ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ 2 സിനിമകൾ കണ്ടു. 2 സിനിമകളും റിലീസിൻ്റെ അന്ന് തന്നെയാണ് ഞാൻ കണ്ടത്. റിലീസിൻ്റെ അന്ന് കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടാത്തതുകൊണ്ടാണ്. ഒരു സിനിമ കുറച്ച് എനിക്കിഷ്ടമായി, പക്ഷേ അതെങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സിനിമയുടെ ക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ സിനിമ ഞാൻ പറയാം. മൈ ഡിയർ മീ എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ, ഷറഫുദ്ദീൻ്റെ. ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ ഷറഫുദ്ദീൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. രണ്ടാമത്തെ ഇതിലേക്ക് ആയപ്പോഴേക്കും മറ്റു പടങ്ങളിൽ നിന്നൊക്കെ ഇതാക്കിയിട്ട് ഒരു സ്ലാപ്സ്റ്റിക് കോമഡി രൂപം, അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത് അത്രയ്ക്കും സെക്കൻഡ് ഹാഫും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇത് നല്ലൊരു രസമായാനെ ആ പടം. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു ആ പടം, ഓക്കെ. സെക്കൻഡ് ഹാഫിലാണ് ആ പടം ചെറിയൊരു ഡിമോന്ന്, എന്നാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റണ ഒരു നല്ല പടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഓക്കെ. രണ്ടാമത്തെ പടം എംസോൺ, നമ്മുടെ എംസോൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ടെലഗ്രാമിൽ. അതിൽ ഭൂരിഭാഗം പടങ്ങളും ഇനിയിപ്പോൾ ഈ തിരക്കിനിടയിൽ ഇറങ്ങിയത്, അങ്ങനെ ഇറങ്ങിയ ചുരുക്കം ചില സിനിമകളെ ഞാൻ കാണാത്തുള്ളൂ. അതിൽ ഭൂരിഭാഗം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എംസോൺ എന്ന ചാനലിൽ. പിന്നെ അതല്ലാണ്ട് എനിക്ക് കൂട്ടുകാരൻ റയർ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലെയും എല്ലാ സിനിമകളും ഞാൻ ഇരുന്ന് കാണും, പടം കാണും. അപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കാണുന്നതിനേക്കാൾ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സിനിമയുടെ ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ അതിൽ കണ്ട ഒരു സിനിമയുടെ കഥയാണ്. അതായത് ഒരു ധനികനായ ഒരാൾ ആക്സിഡൻറ്റിൽ ആൾ കോമാവസ്ഥയിലാവുന്നു എന്ന് ഡോക്ടർ പറയുന്നു മക്കളോട് പറയുന്നു. പിന്നീട് ഇയാളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറയുന്ന രാജ്യത്ത് നമ്മളുടെ ഇതില്ലേ, യുത്തനേഷ്യ എന്ന് പറയുന്നില്ല, ദയാവധം, അത് ഇല്ല. അതുകൊണ്ട് കോമയിൽ തന്നെ കിടക്കണം. അപ്പോൾ മക്കൾ കാണിച്ചു കഴിഞ്ഞാൽ സ്വത്ത് വീതം വെക്കാൻ, അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിടിയിലാണ്. അങ്ങനെ ഈ പറയുന്ന ക്ലൈമാക്സ് രംഗത്ത് അതായത് കഥ ഇങ്ങനെ പോകുമ്പോൾ ഓരോ മക്കളായിട്ട്, 3 മക്കളിൽ ഓരോ മക്കളായിട്ട്, ഒരു പെൺകുട്ടിയും 2 ആണുങ്ങളും, ഓരോ മക്കളായിട്ട് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ മിസ്റ്ററി, എൻ്റെ ക്ലൈമാക്സ് സിമ്പിളായിട്ടാണ് പറയുന്നത്. ഈ കോമയിൽ കെടുക്കുന്ന ആളാണ് ഈ 3 മക്കളെയും കൊല്ലുന്നത്. കാരണം ഇയാളെ അത്രയും സ്നേഹിച്ച് തൻ്റെ മക്കളെ അപകടപ്പെടുത്താൻ നോക്കുന്നത് ഈ പറയുന്ന മക്കളാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ പറയുന്ന മക്കളുടെ പ്ലാനാണ്. അതുകൊണ്ട് ഇയാൾ ഡോക്ടറും കൂടിച്ചേർന്നിട്ട് കോമാവസ്ഥയിലായിട്ടുള്ള ഈ പറയുന്ന ആൾ ആണ് ക്രൈം ചെയ്യുന്നത്. ആശുപത്രിയിൽ നിന്ന് ചാടി തിരിച്ച് ഈ ക്രൈം ചെയ്തതിനു ശേഷം തിരിച്ചെത്തുന്നു. ഇതാണ് കഥ. ഇതിൻ്റെ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിലൊരു ചെറിയ പ്ലോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനിയായി, ഓക്കെ. ഈ സൂക്ഷ്മദർശിനിയെ പറ്റി പറയാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് നമ്മളുടെ ബേസിൽ ജോസഫ്. ഒട്ടും ചേരാത്ത വേഷമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടമായില്ലേ, ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പടം ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ എടുക്കാം, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന നായിക, അപ്പോൾ അത് പറയുന്നത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. കം ബാക്ക് ഇന്ത്യൻ, എനിക്ക് അങ്ങനെ ആ പാട്ട് പാടാനേ തോന്നുന്നുള്ളൂ, ഓക്കെ. കം ബാക്ക് ഇന്ത്യൻ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻ്റർവ്യൂവിൽ എന്ത് തള്ളുന്നേ, എന്നിട്ട് പറയുക, കാശിൻ്റെ ഇതൊക്കെ കാണിച്ച് 3 ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടിരുന്നു. എല്ലാം വളരെ മോശം. എന്തൊക്കെയാണ് ബേസിലിൻ്റെയൊക്കെ ആ ഇൻ്റർവ്യൂവിലേക്ക് ഏറ്റവും മോശം ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഇൻ്റർവ്യൂ ആണ് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ ഓരോ ചാനലുകാർ പറഞ്ഞു ദൃശ്യം മോഡൽ. എൻ്റെ പൊന്നെ, ദൃശ്യം മോഡലായിട്ടൊന്നും നിങ്ങൾ ഇതിനെ മുട്ടിക്കല്ലേ, മനസ്സിലായോ? ഒരാളുടെ ഇതിൽ കണ്ടു 100 കോടി ദൃശ്യം മോഡൽ. ഒരു റിവ്യൂവർ പറഞ്ഞു ഈ സംവിധായകൻ്റെ ആദ്യത്തെ പടമാണ്. എൻ്റെ ആദ്യത്തെ പടമല്ല ഇത്, അത് വിക്കിപീഡിയ ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വർക്കുകൾ നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിയാലും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളുടെ പ്രേമലൂവിൽ മറ്റേ ആ മെയിൻ നടിയുടെ കൂടെയുള്ള അവളുടെ പേര് ഞാൻ മറന്നു, ആ നടിയുടെ പേര് ഞാൻ മറന്നു, എന്താ പേര് എനിക്ക് കിട്ടുന്നില്ല. അത് ഇതിലേറ്റവും വലിയ മിസ്കാസ്റ്റാണ്. കണ്ണൂർ ഭാഷ സ്ലാങ് പറയുന്ന ആളെ ഇടുക്കി ഭാഷയിലേക്ക് ചെയ്യുന്നതും, പിന്നെ ആ പറയുന്ന നമ്മുടെ രംഗണ്ണൻ്റെ സിനിമയില്ലേ, രംഗണ്ണൻ്റെ ആ പറയുന്ന സിനിമയിൽ ആ കുട്ടികൾക്ക് 2 പെണ്ണുങ്ങളെ കാഴ്ച വെക്കണതിൽ ഒരു നടിയില്ലേ, അതൊക്കെ മിസ്കാസ്റ്റായിട്ട് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടോട്ടലി
ഈ ഈ കണ്ട 2 പടങ്ങളിൽ എനിക്ക് കുറച്ച് നല്ലത് മറ്റേ ഹലോ മമ്മി എന്ന് പറയുന്ന ഇതാണ് കുറച്ചെങ്കിലും ചിരിക്കാൻ കഴിയുന്നത്. മറ്റ് സിനിമകൾ വെറുതെ തള്ളി മറിച്ച് ആക്കേണ്ട ഒരാവശ്യമില്ല, ഒരാളും തള്ളി മറിച്ച് ഇതാക്കേണ്ട പടം. എനിക്ക് വളരെ അത്യാവശ്യം ഒരു ഇൻ്റർനാഷണൽ സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, മലയാള സിനിമകൾ മാത്രം കാണുന്ന ഒരാൾക്ക് എന്തോ വലിയ പോലെ തോന്നും. അല്ലാതെ അന്യഭാഷകൾ 5 ഒക്കെ സിനിമകൾ വരെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ സിനിമയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വലിയ ഇത് എന്തിട്ടാ പറയുക, നല്ല രീതിയിൽ ഒന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ